ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ നാളെയും ഈ അടുത്ത 1-2 എപ്പിസോഡുകളിലായിട്ട് വരാനിരിക്കുന്ന നമ്മുടെ സാന്ത്വനം 2-ൻ്റെ പുതിയ വിശേഷങ്ങളൊന്ന് കേട്ട് നോക്കിയാലോ. ഭയങ്കര അടിപൊളി ട്വിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ. നമ്മുടെ അനു ദേവമംഗലത്തേക്ക് തിരിച്ചു വരാൻ പോവുകയാണ്. ആ ഒരു കാര്യമാണ് ഇതിലേറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം നമുക്ക് വിശേഷത്തിലോട്ട് പോകട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ അനുവിനെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗോമതി മുത്തശ്ശിയുടെ നിർദ്ദേശപ്രകാരം ആ സപ്പോർട്ടോടുകൂടി നമ്മുടെ ഗോമതിയുടെ അടുത്തോട്ട് അമ്മേന്ന് വിളിച്ച് ചെല്ലുകയാണ്. പക്ഷെ ആ പോയ സമയത്ത് ഗോമതി വളരെ എന്നുവെച്ചാൽ ആ മനസ്സിലുള്ള ആ ഒരു ദേഷ്യവും സങ്കടവും അത് വെച്ചിട്ട് ഗോമതി ആ ബക്കറ്റിൽ ഇരുന്ന വെള്ളം നമ്മുടെ അനുമോളുടെ ദേഹത്തേക്ക് ഒഴിക്കുകയാണ്. അനുമോൾക്ക് അത് ഭയങ്കര ഒരു ഷോക്കായിപ്പോയി. കാരണം അത്രത്തോളം ദേഷ്യം എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ അപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. തൻ്റെ മനസ്സിലെ ഉദ്ദേശം ഇതായിരുന്നു എന്നുള്ളത് അവർക്കറിയില്ലല്ലോ. പക്ഷേ എങ്കിലും ഞാൻ കാരണം അവർക്ക് വരുത്തി വെച്ച ഒരു വലിയ ഒരു പേര് ദോഷം തന്നെയാണ് അത് ജീവിതത്തിൽ എന്നുള്ളതൊക്കെ അനുമോൾ ഓർക്കുകയാണ്. മുത്തശ്ശി കുറേ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. അപ്പം കൃഷ്ണമംഗലത്ത് വന്ന് അനു ഇങ്ങനെ മുത്തശ്ശിയുടെ തോളത്ത് കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. മുത്തശ്ശി സമാധാനിപ്പിക്കുന്നുണ്ട്. പോട്ട് മോളെ, അവൾക്ക് ഒരിക്കലും നിന്നോട് വെറുപ്പും ദേഷ്യവും ഒന്നും കാണിക്കാൻ പറ്റില്ല. അവൾ നിന്നോട് പെരുമാറിയത് അവളുടെ ആ മനസ്സിലെ ദേഷ്യവും ആ ഒരു ഇതും കൊണ്ടാണ്. ഏറ്റവും കൂടുതൽ ഇപ്പം നീ കരയുന്നതിനേക്കാൾ അവളിരുന്ന് കരയായിരിക്കും എന്നുള്ള കാര്യം നമ്മുടെ ഇന്ദിരാമ്മ നമ്മുടെ അനുശ്രീയുടെ അടുത്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അച്യുതം വന്നിട്ടൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, ഇതെന്താണ് സംഭവം, ഇവളെന്തിനാ കരയണത്. അപ്പോൾ അലോകിൻ്റെ അടുത്ത് തിരക്കിയപ്പോൾ അലോക് പറഞ്ഞു എനിക്കൊരു ഐഡിയ ഇല്ല എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവസാനം രാത്രി ആകുമ്പോഴത്തേക്ക് നമ്മുടെ അലോക് ഇങ്ങനെ നോക്കിയിട്ട്, കാരണം ഈ അനു ഇരുന്ന് ഒരേ കരച്ചില ഉറങ്ങാണ്ട്. എന്ത് പറ്റി ഇന്ന് നേരം പകൽ മൊത്തം കരച്ചിലായിരുന്നല്ലോ, നിൻ്റെ അച്ഛൻ ചത്തോ ബാലൻ എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ അനുവിന് അങ്ങോട്ട് ദേഷ്യം വരില്ലതേ. അലോകെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളാം. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനെയോ അമ്മയോ എൻ്റെ കൂടപ്പിറപ്പുകളോ എന്തെങ്കിലും പറഞ്ഞാൽ അലോക് എൻ്റെ സ്വഭാവം മാറും എന്ന് പറഞ്ഞിട്ട് അനു ആ കത്തി പുതിയതൊരെണ്ണം മേടിച്ചല്ലോ. ആ കത്തി എടുത്ത് അലോകിൻ്റെ നേരെ അങ്ങോട്ട് തിരിയണം കേട്ടോ. അലോക് പേടിച്ചു. അയ്യോ അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ കിടക്കാൻ പോവാം, നീ ഇരുന്ന് കരയണോണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ എന്നും പറഞ്ഞ് അലോക് സത്യം പേടിച്ച് അങ്ങനെ പോയി കിടന്നു കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് നമ്മുടെ അച്യുതൻ അലോകിൻ്റെ അടുത്ത് ചോദിച്ചു, എടാ എന്തായി, അവളെ കരച്ചിലൊക്കെ മാറിയോ എന്ന് ചോദിച്ചു. അപ്പോൾ അലോക് പറഞ്ഞു, രാത്രി തുടങ്ങിയ കരച്ചിൽ വെളുക്ക വരെ ഇരുന്ന് കരയണുണ്ട്, എന്താ കാര്യമൊന്നും എനിക്കൊരു പിടുത്തം കിട്ടണില്ല അച്ഛാന്ന് പറഞ്ഞു. ഇനി എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അവൾക്ക് ആരെയോ കയ്യിൽ നിന്ന് അടി കിട്ടിയിട്ടുണ്ട്, അത് സുനിശ്ചിതമായ കാര്യമാണെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും ആ സമയത്ത് നമ്മുടെ അച്യുതൻ പറയും, അതെ നീ ഇനി ഒരുപാട് അവളുടെ അടുത്ത് ചോദിച്ച് അവളുടെ കയ്യിൽ ഇരിക്കണ കൊട്ട് മേടിക്കാൻ വേണ്ടി നീ നിൽക്കണ്ട, കാര്യം ഞാൻ അറിഞ്ഞു. അപ്പോൾ ചോദിക്കുക എന്താ വെച്ചാൽ, അതെ ഇന്നലെ നമ്മുടെ എൻ്റെ അമ്മ അതായത് മുത്തശ്ശിയുടെ നിർദ്ദേശപ്രകാരം അനുമോൾ ഇന്നലെ ഗോമതി അവിടെ നിന്നപ്പോൾ അടുത്തോട്ട് ചെന്നു. അവളെ എന്തുകൊണ്ടോ ചെടി നനയ്ക്കോ മുറ്റടിക്കോ ഏതാണ്ടോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അടുത്തിരുന്ന ഒരു ബക്കറ്റ് വെള്ളം അമ്മയെന്ന് വിളിച്ച് ചെന്നതാ എടുത്ത് അനുവിൻ്റെ ദേഹത്തൂടെ ഒഴിച്ചു കൊടുത്തു. അത് അവൾക്ക് ഭയങ്കര വിഷമമായി, അതിൻ്റെ ആയിരുന്നു ഈ സങ്കടം. അപ്പോൾ അലോക് പറഞ്ഞു, അതെന്തായാലും നന്നായി, അത് ഞാൻ അറിഞ്ഞെങ്കിൽ ഇന്നലെ തന്നെ അവക്കിട്ട് ഞാൻ അതും പറഞ്ഞൊന്ന് കൊടുത്തനെ വെച്ചാൽ. അതെ നീ ഇനി അത് ചോദിച്ചൊന്നും പോകാൻ നിൽക്കേണ്ട, അമ്മ നിർബന്ധിച്ചും കണ്ട പോയെന്നാണ് പറയണത്. പിന്നെ വേറൊരു കാര്യം കൂടെ അറിഞ്ഞൂടാ മോനെ, അതെന്നാ വെച്ചാൽ, അതെ ആ അനുവിനെ കല്യാണം കഴിക്കാണ്ടിരുന്ന ആ ജീവനില്ലേ, അവൻ്റെ അമ്മയും അച്ഛനും വന്നിട്ട് ബാലൻ്റെ അടുത്ത് ഇന്നലെ കഴിഞ്ഞ ദിവസം എന്തോ വന്നിരുന്നു ദേവമംഗലത്ത്, അവർക്ക് നഷ്ടപരിഹാരം വേണമെന്ന് ചോദിച്ചു എന്ന്. കല്യാണം മറ്റും നടത്തിയതിന് ചിലവായ പൈസ അതിപ്പോൾ 2-3 ലക്ഷം രൂപയായിരിക്കും. അപ്പോൾ അതിപ്പം അവൾക്ക് കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 2-3 ലക്ഷമൊന്നും അല്ലടാ, എന്നാൽ പിന്നെ 10 ലക്ഷമായിരിക്കും. അതൊക്കെ ബാലനെ സംബന്ധിച്ച് വലിയ കാര്യമൊന്നും അല്ല. കാരണം മോക്ക് 70 പവനും കാറും 10 ലക്ഷം രൂപ ഡെപ്പോസിറ്റും ഒക്കെ അല്ലേ വെച്ചാൽ അവൾക്ക് കൊടുക്കായിരുന്നത്. അതുകൊണ്ട് 10 ലക്ഷം രൂപയൊന്നും അവർക്കൊരു വലിയ വിഷയമായിരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം നമ്മുടെ അച്യുതൻ പറയണത്, എടാ അലോകെ 10-15 ലക്ഷമൊന്നുമല്ല, അവർ 1 കോടി രൂപയാണ് ചോദിച്ചിരിക്കണത്. അപ്പോഴേക്കും അലോക് അന്താളിക്കാണ്. 1 കോടി രൂപയോ? കോടതിയിൽ കേസുമായിട്ട് പോയാൽ പോലും ഒരു 3-4-5 ലക്ഷം രൂപ, അതിൽ കൂടുതൽ കിട്ടുമോ? ഒരു കാര്യം ചെയ്യാം അച്ഛാ, ഈ ജീവനെന്ന് പറയണവൻ ആൾ ഡീസൻ്റ് ആണെന്നാണല്ലോ കേട്ടത്, പിന്നെ എന്തു പറ്റി? അപ്പോഴേക്കും നമ്മുടെ അച്യുതൻ പറഞ്ഞു, അതെ നമ്മുടെ ആകാശും ആര്യനും കൂടെ എന്തോ ജീവനെ പോയി കാണാൻ പോയെന്നോ, അമ്മയും അച്ഛനും ഇങ്ങനെ വീട്ടിൽ വന്ന് 1 കോടി രൂപ ആവശ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു എന്ന്.
പക്ഷെ അവൻ കേട്ട ഭാവം പോലും കാണിച്ചില്ല. അവർക്ക് എന്തോ കുടുംബപരമായിട്ടൊക്കെ എന്തോ ഭയങ്കര കടവും കാര്യങ്ങളൊക്കെയാണ്. ഈ പെണ്ണ് കാണൽ ചടങ്ങിന് വന്ന പുതുമോടി വർത്തമാനമൊക്കെ ചുമ്മാ കണ്ണിലിടാൻ വേണ്ടി പറഞ്ഞ നമ്പറല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അത് കേട്ടപ്പോൾ അലോക് പറഞ്ഞു, അച്ഛാ ഈ അവസരം നമുക്ക് വേണ്ട വിധത്തിൽ അങ്ങോട്ട് ഉപയോഗിക്കണം. കാര്യം വേറൊന്നുമല്ല, അവനെ പോയി കണ്ട് ഈ 1 കോടി എന്നുള്ളത് 2 കോടിയാക്കി കൊടുത്താലോ. ഈ ബാലൻ അങ്ങനെയെങ്കിലും ഈ ദേവമംഗലവും എല്ലാം വിറ്റുപിറക്കി കടക്കെണിയിലെത്തണം. അപ്പോൾ അച്യുതൻ പറഞ്ഞു, ഐഡിയ എന്തായാലും നല്ലതൊക്കെ തന്നെ, പക്ഷെ നടപടി ആവുമെന്നറിയില്ല. നീ ചെന്നൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അത് ഏക്കോ. അപ്പോഴേക്കും പറഞ്ഞു, അച്ഛൻ വാച്ചിനും കൂടെ വാ, നമുക്കിത് വേണ്ട പോലെ കൈകാര്യം ചെയ്യാമെന്നും പറഞ്ഞ് ഇവർ പോവേണം കേട്ടോ. അപ്പോൾ ഇതേ സമയം നമ്മുടെ ആര്യന് ഒരു ഓട്ടം പോവുകയാണ് കേട്ടോ. ഓട്ടം പോകുന്ന സമയത്ത് ഈ അലോക് ഏതോ ഒരു പെൺകുട്ടിയായിട്ട് കുറച്ച് അടുത്തൊക്കെ ഇടപഴകി ഇങ്ങനെ ഇരിക്കുന്ന സീനും കാര്യങ്ങളൊക്കെ കാണുകയാണ്. ആര്യനെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ആകാശിനെക്കാട്ടിലും നമ്മുടെ ആനന്ദിനെക്കാട്ടിലും അനിയത്തി എന്ന് വെച്ചാൽ ജീവനാണ്. അനു എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഒരു സ്നേഹമാണ്. അവൾ ഇറങ്ങിപ്പോയി എന്നുള്ളത് ശരിയാണ്, പക്ഷെ അവളെ കണ്ണ് നിറയേണ്ടത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ആര്യൻ ഈ കാഴ്ച കണ്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ. അപ്പോൾ ഇതേ സമയം നമ്മുടെ അലോകും അച്യുതനൊക്കെ ചെന്ന് ജീവനുമായിട്ടൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് അവരുമായിട്ട്, അതായത് നിങ്ങൾ ഈ 1 മാസത്തെ സമയമൊന്നും ജീവൻ്റെ അമ്മയും അച്ഛനൊക്കെ ഒരു ആർത്തി പണ്ടാരമാണ് കേട്ടോ. പണമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ അവരുടെ അടുത്ത് നിന്നിട്ട് ഈ അച്യുതനും അലോകും കൂടെ പറയും, നിങ്ങൾ ഈ 1 മാസത്തെ കാലാവധിയൊക്കെ മാറ്റിയിട്ട് ഈ ആഴ്ച തന്നെ പണം മൊത്തം വേണം എന്നൊക്കെ നിങ്ങൾ പറയുമെന്ന് പറഞ്ഞു. കാരണം ഒരുപാട് ഇരിപ്പിക്കേണ്ട, കേസിനൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പം ചെറിയ എമൗണ്ടായി മാറും. അതുകൊണ്ട് ബാലൻ വലിയ അഭിമാനിയാണ്, അതുകൊണ്ട് നിങ്ങൾ ഈ കളിയൊന്ന് കളിച്ച് നോക്കുമെന്നൊക്കെ പറഞ്ഞു. വേണ്ട കാശുണ്ടെന്നേ ബാലൻ്റെ കയ്യിൽ, പലചരക്ക് കടയായിട്ട് ഇരിക്കണത് നോക്കണ്ട, കോടികളല്ലേ അവൻ്റെ കയ്യിലിരിക്കണേ. ഒന്നും അല്ലെങ്കിൽ മോക്ക് കൊടുക്കാൻ 70 പവൻ, അത് വിറ്റാൽ തന്നെ കിട്ടുമല്ലോ 1 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞ് ഈ അച്യുതനും അലോകും കൂടെ നമ്മുടെ ജീവൻ്റെ അമ്മയും അച്ഛനെയും നന്നായിട്ട് എരിപ്പിച്ച് വിടുന്നുണ്ട്. അങ്ങനെ ജീവൻ്റെ അമ്മയും അച്ഛനും കൂടെ വന്നിട്ട് ബാലൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അതെ ഞങ്ങൾക്ക് 1 മാസമൊന്നും താമസിക്കാൻ പറ്റില്ല, പെട്ടെന്ന് തന്നെ പണം വിടുന്നു. അപ്പോഴേക്കും ബാലൻ ആകെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. അയ്യോ എന്ത് ചെയ്യും? അതെ നിങ്ങൾ 70 പവൻ്റെ സ്വർണം അത് മാത്രം വിറ്റാൽ കിട്ടുമല്ലോ 1 കോടിക്ക് മേലെ, പിന്നെ എന്താ നിങ്ങൾക്ക് പണം ഇല്ലയെന്നൊന്നും നിങ്ങൾ പറയണ്ട. എന്തായാലും ഞങ്ങൾക്ക് ഒരു 3-4 ദിവസം കൊണ്ട് പറഞ്ഞ എമൗണ്ട് മൊത്തം കിട്ടണമെന്ന് ജീവൻ്റെ അമ്മ തറപ്പിച്ച് പറഞ്ഞിട്ട് പോവേണ്. പക്ഷേ ബാലൻ എതിരൊന്നും പറയാൻ നിന്നില്ല, കാരണം ബാലൻ ഒരാളുടെ മുന്നിലും തല കുനിക്കില്ല. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അവർക്കൊക്കെ ആകെ സങ്കടമാവേണം. ആകാശിനും ആനന്ദിനും എന്ത് ചെയ്യുമെന്നറിയില്ല. അങ്ങനെ അവരെല്ലാവരും പറ്റുന്ന കണക്കൊക്കെ ഓരോ ശ്രമങ്ങൾ നടത്തുകയാണ്. മിത്രയുടെ അമ്മയെ പോയി കാണുകയാണ്. ആരും കാണാണ്ട് അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ, അമ്മേ എന്നെ ഇന്നതുപോലെ സഹായിക്കണോ അമ്മേ, കുറച്ച് ക്യാഷ് എന്തെങ്കിലും അമ്മയുടെ ഉണ്ടാവുമോ? മോളെ എനിക്ക് നിന്നെ സഹായിക്കാൻ ഒരു മടിയില്ല, പക്ഷേ എൻ്റെ കയ്യിൽ വലിയ എമൗണ്ടൊന്നുമില്ല, കൂടിപ്പോയാൽ എൻ്റെ അക്കൗണ്ടിൽ ഒരു 5 ലക്ഷം രൂപ ഉണ്ടാവും അമ്മേ, അതെനിക്ക് തരാമോ? 5 അത്രയും ബാലച്ചിനാവുമല്ലോ. അങ്ങനെ മിത്രയുടെ അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കണം. അതുപോലെ നമ്മുടെ മീനു ആണെങ്കിൽ ബാങ്കിൽ കാണാവുന്നവരൊക്കെ പോയി ലോണിൻ്റെ കാര്യത്തിന് PF വഴി ലോൺ എടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ പോയിട്ട് 8 ലക്ഷം രൂപ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടെ സ്വരുക്കൂട്ടി അവരെല്ലാവരും പൈസ റെഡിയാക്കിയൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ. ഇതേ സമയമാണ് നമ്മുടെ ആര്യൻ ആ കണ്ട കാഴ്ച നേരെ കൃഷ്ണമംഗലത്ത് ചെല്ലുകയാണ്. ചെന്നിട്ട് അലോകിൻ്റെ അടുത്ത് പറയടാ അലോകേ എന്നും പറഞ്ഞ് ചെല്ലുകയാണ്. അപ്പോൾ ദേവമംഗലത്ത് ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ. ആര്യൻ ഇങ്ങനെ ഒരു പെണ്ണുമായിട്ട് ഈ അലോകിനെ കണ്ട കാര്യമൊക്കെ ആരുടെടുത്തും പറയാണ്ടാണ് അടിയുണ്ടാക്കാനായിട്ട് കൃഷ്ണമംഗലത്തേക്ക് നമ്മുടെ ആര്യൻ ചെല്ലുന്നത്. അങ്ങനെ അവിടെ ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇറങ്ങി വരാം, അനു വരും, മുത്തശ്ശി വരും, അച്യുതൻ വരും, എല്ലാവരും വരാം. എടാ എൻ്റെ പെങ്ങളുടെ കഴുത്തിൽ നീ താലി കെട്ടിയിട്ട് കണ്ട ഏതെങ്കിലും അവളുമാരെ കൂടെ നീ കറങ്ങി നടക്കല്ലേടാ. എടാ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പെങ്ങളെ കെട്ടിയിട്ട് നീ ഇനി വേറെ വല്ലവളുമാരുമായിട്ട് ജീവിക്കുക എന്നുള്ള വ്യാമോഹം ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേരെന്ന് പറയും. അപ്പോഴേക്ക് ഇത് കേട്ടിട്ട് അനുവിനൊരു ഷോക്ക് പോലും ഇല്ല കേട്ടോ. കാരണം സ്വന്തം ഭർത്താവ് വേറൊരു പെണ്ണിൻ്റെ കൂടെ ഇങ്ങനെ പോയെന്നോ അങ്ങനെയൊക്കെ കേട്ടിട്ട് അനുവിന് യാതൊരു മാറ്റവും ഇല്ല. അപ്പോഴേക്ക് ഇന്ദിരാമ്മ വന്നിട്ട് എന്തൊക്കെയാരെ നീ ഈ പറയണേന്ന്, അതേ മുത്തശ്ശി ഒന്ന് ചോദിച്ചു നോക്ക്, എവനെ ഞാൻ ഇന്ന് കണ്ണാലെ കണ്ട കാര്യമെന്ന് പറയാം. അപ്പോഴേക്കും ദേവമംഗലത്തിൽ നിന്നും ഈ ശബ്ദമൊക്കെ കേട്ട് എല്ലാവരും വരെയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ആര്യ എല്ലാവരും കേക്ക് പറഞ്ഞു, ഇങ്ങനെയാണ് അവൻ്റെ സ്വഭാവം, നമ്മുടെ പെങ്ങളുടെ ജീവിതം ഇവൻ എന്ന് വെച്ചാൽ ഇനി നശിപ്പിക്കാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ ആനന്ദും ആകാശും കൂടെ വന്നിട്ട് പറഞ്ഞു, അതെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവളാ, അവൾക്ക് അവളുടെ ജീവിതത്തിൽ എന്ത് ദുരന്തം വന്നാലും അവൾ അത് സഹിച്ചോട്ടെ എന്ന് പറയാണ്. അപ്പോഴേക്ക് ആര്യം പറഞ്ഞു, നമ്മുടെ പെങ്ങൾ ഇറങ്ങിപ്പോയി എന്നുള്ളത് ശരിയായിട്ടാ, പക്ഷേ എന്നും പറഞ്ഞ് അവളുടെ ജീവിതം കണ്ണീരിലാഴ്ത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു.
അങ്ങനെ ആര്യൻ അലോകിനിട്ട് നല്ല കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അലോക് എതിർത്ത് പറയാനുണ്ട്, നീ ആരാടാ അത് ചോദിക്കാനെന്നൊക്കെ പറഞ്ഞ് വന്നപ്പോൾ ഇവർ മൂന്നിനും കൂടെ അലോകിനെ എടുത്തിട്ട് മെഴുക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്യണമെന്നോ ഏതെന്നോ ഒന്നും അറിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ സമയത്ത് തന്നെ നമ്മുടെ അനു മുന്നോട്ട് ഇറങ്ങി വന്നിട്ട് പറയും, അതെ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഏട്ടൻ വന്ന് ഇവിടെ ഇങ്ങനൊരു കാര്യം പറഞ്ഞു. പക്ഷേ ഏട്ട ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇവൻ ആരെ കൂടെ പോയിരുന്നാലും എനിക്കൊന്നുമില്ല എന്ന്. അപ്പോഴേക്കും നമ്മുടെ രാജശ്രീ ചോദിക്കും, മോളെ നീ എന്തൊക്കെയാണ് പറയണേ, നിൻ്റെ ഭർത്താവല്ലേ അലോക, അവൻ അങ്ങനെ മോശമായിട്ട് പോണത് നിനക്ക് ഒരു കുഴപ്പമില്ലേ? മുത്തശ്ശിയും ചോദിക്കും, എന്തൊക്കെയാണ് അനുശ്രീ നീ ഈ പറയണത്? അതേ മുത്തശ്ശി, ഇവൻ എൻ്റെ ആരുമല്ല, ഇവൻ എൻ്റെ ഭർത്താവാണെങ്കിലല്ലേ ഞാൻ അതൊക്കെ സഹിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോഴേക്കും ബാലനും നമ്മുടെ ഗോമതിയൊക്കെ ഇതൊക്കെ കേട്ട് ഇങ്ങനെ എല്ലാവരും അപ്പുറം ഇപ്പുറമായിട്ട് ഇങ്ങനെ അന്താളിച്ച് നിൽക്കുന്നത്. എന്താണ് ഈ അനു പറയണത്? താലി കെട്ടിയ പുരുഷൻ കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ, പക്ഷേ എൻ്റെ ആരുമല്ല എന്ന്. അപ്പോഴാണ് അനു ആ സത്യങ്ങൾ പറയണത്. കല്യാണ തലേ ദിവസം ഇങ്ങനെ എന്നെ കുറേ ഫോട്ടോ കാണിച്ച് ഭീഷണിപ്പെടുത്തി എൻ്റെ അടുത്ത് വരണമെന്നും പറഞ്ഞ് വിളിച്ചിട്ട് ഇവൻ എന്നെ മയക്കി ഗുണ്ടകൾ വഴി എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ടിട്ട് കല്യാണത്തിൻ്റെ മുഹൂർത്തം കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടാക്കുള്ളൂ എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടാക്കിയതാണ്. പക്ഷേ അവനിട്ട് ഞാൻ ഒന്നും ചെയ്യാണ്ടിരുന്നാൽ പറ്റില്ലല്ലോ. എൻ്റെ ജീവിതം എൻ്റെ അച്ഛനും അമ്മയും നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുന്നിൽ നാണം കെട്ടതിന് ഞാൻ ഒരു പ്രതികാരമെങ്കിലും വീട്ടണ്ടേ അച്ഛാന്നും പറഞ്ഞ് അനുമോൾ അവിടെ നിന്ന് കരയേട്ടോ. ഇത് കണ്ടിട്ട് നമ്മുടെ ബാലന് സഹിക്കാൻ പറ്റില്ല. മോൾ എന്തൊക്കെ ഈ പറയണ അനു, നീ ഇതെന്താ ഈ എടുത്ത തീരുമാനം? നിനക്ക് ശരിയാണെന്ന് തോന്നിയോ? നിനക്കൊരു വാക്ക് ഞങ്ങളോട് പറഞ്ഞുകൂടെയായിരുന്നോ? നീ എന്തിനാ നിൻ്റെ ജീവിതം എവൻ്റെ കൂടെ കൊണ്ടുപോയി നീ ഇങ്ങനെ കളഞ്ഞത്? അച്ഛാ, അതിന് ഞങ്ങളെ വിവാഹം ഒന്നും ഒറിജിനലായിട്ട് കഴിഞ്ഞിട്ട് കൂടിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം ഇങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം. ഇതിൻ്റെ ഇടയിൽ ആനന്ദും ആകാശും ആര്യനും കൂടെ ചേർന്ന് നമ്മുടെ അലോകിനായിട്ട് മെഴുക്കുകയാണ്, നല്ല കീറങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ബാലൻ ഒരു തീരുമാനം എടുക്കണം. അതായത് വേറൊന്നുമല്ല, ഒരു കാര്യം ചെയ്യ്, എൻ്റെ മോള് ഇനി കൃഷ്ണമംഗലത്ത് നിൽക്കണ്ട, ഈ സത്യങ്ങളൊക്കെ നിനക്ക് ഞങ്ങളോട് പറയായിരുന്നു. അപ്പോഴേക്കും ഗോമതിക്ക് ഭയങ്കര സങ്കടമായി. എന്തൊക്കെയാണ് അനുമോളെ നീ ഈ പറയണത്? നിനക്കിതൊക്കെ ഇവിടെ ആരെടുത്തെങ്കിലും ഒന്നും പറയാൻ പാടില്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അങ്ങനെ അവർ സംസാരിച്ചിട്ട് ബാലൻ നമ്മുടെ അനുവിനെ അവിടെ നിന്ന് കൊണ്ടുപോരണം കേട്ടോ, ദേവമംഗലത്തേക്ക്. അപ്പോൾ നമ്മുടെ ഇന്ദിരാമ്മ പറഞ്ഞു, ബാല, അനുമോളെ നീ എങ്ങോട്ടാണ് കൊണ്ടുപോകണത്? അവൾ ഇവിടെയല്ലേ നിൽക്കേണ്ട? അപ്പം ബാലൻ നല്ല റെസ്പെക്റ്റോട് തന്നെ ഇന്ദിരാമ്മയോട് പറയാം, അമ്മേ അവൾ എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മളോട് എല്ലാ പേരോടും തുറന്നു പറഞ്ഞു. ഇനി എന്ത് ബന്ധത്തിൻ്റെ പേരിലാണ് അനു കൃഷ്ണമംഗലത്ത് നിൽക്കേണ്ടത്? എൻ്റെ മോളെ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ബാലൻ കൈ പിടിച്ച് ദേവമംഗലത്തേക്ക് കൊണ്ടുപോകണം കേട്ടോ. അനുശ്രീക്ക് കരഞ്ഞ് സങ്കടം സഹിക്കാൻ വയ്യാണ്ട് അനുശ്രീ നിൽക്കണം. ഗോമതിയും എല്ലാവരും ബാലൻ്റെ പുറകെ നേരെ ദേവമംഗലത്ത് പോകും. എന്നിട്ട് ബാലൻ അവിടെ എത്തുമ്പോൾ ആര്യ കയറി വാന്ന് മാത്രം ഒരു വാക്ക് വരാം. അപ്പോഴേക്കും ആനന്ദും ആകാശും എല്ലാവരും കയറി പോകണം. അങ്ങനെ എല്ലാവരും അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗോമതി ഓടി ചെന്ന് നമ്മുടെ അനുവിനെ അങ്ങ് കെട്ടിപ്പിടിച്ച് കരയാണ്. എൻ്റെ പൊന്നുമോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ ഒതുക്കിയാണോടി നിന്നത് എന്ന് പറഞ്ഞ് കരയാണ്. അപ്പോൾ അനുവും കരയാണ്. എന്നിട്ട് നമ്മുടെ മിത്ര പറയും, അപ്പച്ചി ഇതൊക്കെ അറിയാവുന്ന ഇതിനൊക്കെ വളം വെച്ച് കൊടുത്ത ഒരാൾ ഈ വീട്ടിലുണ്ട്, ആദ്യം ആ ആളുടെ അടുത്ത് ചോദിക്കുന്നു പറയും. അപ്പം ഗോമതി ചോദിക്കും, നീ എന്താ മോളെ പറയണത്? അതെ, ഇവിടെ നിൽക്കുന്ന ഈ സുകന്യേട്ടത്തിയുടെ അടുത്ത് ചോദിക്കണം. അപ്പം ധർമ്മം അന്താളിക്കുന്നു, സുകന്യയോ? അപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിയണത്. അതായത് ആ തലേ ദിവസം അതിനു മുന്നേ തന്നെ പല ഫോട്ടോകളും കൊണ്ടുവന്ന് അലോകിൻ്റെ കോൾ അനുവിൻ്റെ കൊടുക്കുകയും ഒക്കെ എല്ലാത്തിനും കെണി വെച്ച് കൊടുത്തത് സുകന്യാണെന്ന് അറിയണം. അപ്പോഴേക്ക് സുകന്യ ഗോമതിയുടെ കാലിലങ്ങ് വീഴേണ്. ഏട്ടത്തി, ഞാനൊന്നും അറിഞ്ഞിട്ടല്ല, അവളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് പറയാം. അപ്പോഴേക്കും ഗോമതി തലങ്ങും ബലങ്ങും സുകന്യയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ അനു പറയും, എല്ലാ കാര്യങ്ങളും തുറന്ന് പറയും, സുകന്യേട്ടത്തിയാണ് ഇതിന് ഒട്ടുമുക്കാലും നിന്നത്. എന്നിട്ട് ഗോമതി ചോദിക്കുന്നുണ്ട്, നിനക്കൊരു വാക്ക് പറയാൻ പാടില്ലായിരുന്നു സുകന്യെ, ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടെന്ന്. എന്നിട്ട് മിത്രയുടെ അടുത്ത് ഗോമതി ചോദിക്കും, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അറിയാമായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോഴേക്കും അനു ഓടി ചെന്നിട്ട് പറയും, അമ്മേ, മിത്രേച്ചിക്കും മീനാക്ഷി ഏട്ടത്തിക്കും ഈ കാര്യങ്ങളൊക്കെ അറിയും, പക്ഷേ ഞാൻ അവരെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ച് ഈ കാര്യങ്ങളൊന്നും അമ്മയോടോ അച്ഛനോടോ പറയരുത്. കാരണം കൃഷ്ണമംഗലത്ത് നിന്ന് എത്രത്തോളം തിരിച്ചടി നമ്മുടെ അലോകിനിട്ട് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം കൊടുക്കണം എന്ന ആ ഒരു കാര്യത്തോടു കൂടെ തന്നെയാണ് ഞാൻ നിന്ന്, അതുകൊണ്ട് അവർ പറയാത്തതെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും ബാലൻ പറഞ്ഞു, എന്നാലും മോളെ നിങ്ങൾക്കൊരു വാക്ക് പറയാമായിരുന്നു, അനുവിനെ ഇത്രയും പ്രശ്നങ്ങളുടെ നടുവിൽ കൃഷ്ണമംഗലത്താക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു. അച്ഛാ, അനുശ്രീ ഒരു കാരണവശാലും നമ്മളെ കൊണ്ട് വാ തുറപ്പിക്കില്ലായിരുന്നു, അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ അന്ന് തന്നെ ഞങ്ങൾ അവളെ തിരിച്ച് വിളിച്ചുകൊണ്ട് വീട്ടിൽ വന്നനെന്നിങ്ങനെ മീനാക്ഷി പറഞ്ഞു.
അങ്ങനെ അവസാനം നമ്മുടെ ധർമ്മൻ നമ്മുടെ സുകന്യയുടെ അടുത്ത് ചെല്ലുകയാണ്, എടി ഒരുമ്പെട്ടവളെ, എൻ്റെ അനുമോളുടെ ജീവിതം നീ കാരണം അല്ലേടി താറുമാറായത് അപ്പോഴേ എന്ന് പറഞ്ഞിട്ട് ധർമ്മൻ ഒരൊറ്റ അടി നമ്മുടെ സുകന്യയ്ക്ക് ഇട്ടും കൊടുക്കുകയാണ്. അവസാനം എല്ലാവരും കൂടെ സുകന്യയെ കുറ്റപ്പെടുത്തി കൊണ്ടുവന്നപ്പോഴത്തേക്ക് ബാലൻ ധർമ്മൻ്റെ മുഖം നോക്കുന്നുണ്ടായിരുന്നു. എത്രയായാലും ധർമ്മൻ്റെ ഭാര്യയാണല്ലോ, അപ്പോൾ ഇനി ഈ വീട്ടിൽ നിൽക്കരുതെന്നും നീ എൻ്റെ ധർമ്മൻ്റെ ഭാര്യ ആയതുകൊണ്ടാണ് നിൻ്റെ പല വീഴ്ചകളും ഞാൻ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചത്, ഇത് ഞാൻ അനുവദിച്ച് തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബാലൻ പറഞ്ഞു, ഗോമതി നീ അത്രയും വലിയ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കണ്ട, ഒരവസരം കൂടെ അവർക്ക് കൊടുക്കുക. ഇനി മേലിൽ ഈ ദേവമംഗലത്ത് ഏതെങ്കിലും ഒരാളുടെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അന്നുകൊണ്ട് നിൻ്റെ ജീവിതം ഈ വീടിന് പുറത്താന്ന് പറഞ്ഞു. അപ്പോൾ സുകന്യ പറഞ്ഞു, ഇല്ല ബാലേട്ടാ, ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല, ഞാൻ നമ്മുടെ അനുമോളുടെ നന്മയ്ക്ക് മാത്രമാണ് ഞാൻ ചെയ്തത്. കാരണം ഇപ്പോൾ ഈ കല്യാണം ജീവനുമായിട്ടുള്ളത് നടന്നിരുന്നെങ്കിൽ അത് അതിൽ നിന്നും വലിയ കെണിയല്ലേ. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, എൻ്റെ മോളുടെ നന്മ നീ മിണ്ടരുത് സുകന്യ എന്ന് പറഞ്ഞ് നമ്മുടെ ഗോമതിയും നമ്മുടെ സുകന്യ എടുത്തിട്ട് അലക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ സീനും കാര്യങ്ങളൊക്കെ ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഇതൊക്കെയാണ് വരുന്നത്. നമ്മുടെ അനുമോള് നമ്മുടെ ദേവമംഗലത്തേക്ക് തിരിച്ചു വരുന്ന ഒരു മെയിൻ സംഭവമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും നമ്മുടെ സാന്ത്വനം 2 ഒന്ന് കേൾക്കുക, എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുഡ് ഈവനിങ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നാളെ മറ്റന്നാളും വരാനിരിക്കുന്നത് നമ്മുടെ രാത്രി ഒരു 9 മണിക്ക് നമ്മുടെ നാളെ വരാനിരിക്കുന്ന മഴതോറും മുമ്പ് സീരിയലിൻ്റെ പ്രൊമോ ഇടുന്നതാണ്. രാവിലെ ഫുൾ വിശേഷവും മഴതോറും മുമ്പേ ഇടുന്നതാണ്. അപ്പോൾ നമ്മുടെ സാന്ത്വനം 2ഉം മഴതോറും മുമ്പേയും സീരിയലൊക്കെ സ്കിപ്പ് അടിക്കാണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, താങ്ക് യു.